ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നെന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ വയനാട് പോവുകയാണ് 2 ദിവസത്തിന്. നമ്മൾ കുറേ ദിവസമായില്ല ഇങ്ങനെ 6-5 മാസമായി നമ്മളിങ്ങനെ ക്വാറൻറ്റീനിൽ ലോക്ക്ഡൗൺ ആയി ഇരിക്കണേ. അപ്പം ഇൻഷാ അല്ലാഹ് ഒന്ന് പുറത്ത് പോവാണ്. താത്തയും അളിയന്മാരും പിന്നെ ഓരോ കുട്ടികളും ഞാനും അനിയത്തിയാണ് പോണത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി വയനാട് എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ വയനാട് എത്തിക്കണം. നമ്മളിപ്പോൾ ഒരു മരച്ചോട്ടിൽ ഇങ്ങനെ ഇരിക്കണം. നല്ല ക്ഷീണമായിട്ട് നമ്മൾ മരച്ചോട്ടിൽ ഇങ്ങനെ ഇരിക്കണം. ബാക്കിയുള്ളവരൊക്കെ റിസപ്ഷനിലാണ്. പിന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് ഇവിടെ, അവിടെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ റിസോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. തട്ടി അത് മുബിക്കറ അപ്പോൾ ഇതാണ് നമ്മളെ റൂംസ്. ഇത് 2 ഇൻ്റർകണക്റ്റഡ് റൂമാണ്. 2 ലിവിങ് ഏരിയ, 2 ബാത്റൂമും 2 ബാൽക്കണിയും 2 ബെഡ്റൂമാണ് ഇതിലുള്ളത്. റിസോർട്ടിൽ ഒരു അരുവി ഉണ്ട്. ഒറിജിൻ ഓഫ് കബണി റിവറാണ് ഈ അരുവി. അപ്പോൾ പപ്പി മക്കളും കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുളിസീനാണ് ഇപ്പോൾ കാണുന്നത്. അരുവിന്ന് പിന്നെ കുളിച്ച് കയറിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം ബാഡ്മിൻ്റൺ കളിച്ചു. ഇപ്പോൾ അലിയൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാൾക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല, ഷോ ഇറക്കുകയാണ്. വെറും പട്ടി ഷോ. ഇപ്പം എല്ലാവരും വൈകുന്നേര ചായ കുടിക്കുന്നു. ബാക്കി 2 കൂടെ പോയോട്ടെ. ടാബിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ബാർബിക്യൂ ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ മാരിനേറ്റൊക്കെ ചെയ്ത് കൊണ്ടുവന്നു. ഇതവിടെ 2 റൊമാൻറ്റിക് കപ്പിൾസ് നടന്നു പോകുന്നുണ്ട് കേട്ടോ, സിബി ആൻഡ് മുബിക്ക. ബാക്കിയുള്ളവരൊക്കെ ഓൾറെഡി അങ്ങോട്ട് പോയി. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഓരോ ഇതെല്ലാം ഓരോ സെറ്റപ്പ് ആക്കി തരും. നമ്മൾ മാരിനേറ്റൊക്കെ ചെയ്ത് കൊണ്ടുവന്ന് കൊടുത്താൽ മതി, ഓരോന്നെല്ലാം റെഡിയാക്കി തരും. അപ്പോൾ അതാ ബാർബിക്യൂനുള്ള എന്താ പറയുക കണലൊക്കെ കത്തിച്ചുകൊണ്ട് നിൽക്കാത്ത ഇവർ ഫാനൊക്കെ വെച്ച് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യണം, കറക്റ്റ് വെയിറ്റിംഗാണ്. കാരണം ഷാജിയൊക്കെ ചാടി കളിക്കുകയാണ് ചിക്കൻ തിന്നാനുള്ള ഹരം കൊണ്ട്. അപ്പോൾ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് ഇവിടുത്തെ ഒരു പാർട്ടി ഹാളാണ്, റെസ്റ്റോറൻറ്റ് വേറെയാണ്. ഞങ്ങൾ ഇതാണ് പ്രിഫർ ചെയ്തത്. ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ, അരുവിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ഈ ഒരു ഇത്. ഇവിടെ ഫുൾ സീനാണ്. ഇവിടെ 2-3 ആൾക്കാർ അട്ട കടിച്ചു. ഇല്ലൂന് അട്ട കടിച്ചു. ഇല്ല വേജാറിലാണിപ്പോ, വേജാറാവണ്ടേ. അങ്ങനെ നമ്മൾ ബാർബിക്കും കാര്യങ്ങളൊക്കെ സെറ്റായി. പിന്നെ അവിടുത്തെ റെസ്റ്റോറൻറ്റ് നമ്മൾ ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിരുന്നു. അങ്ങനെ നമ്മൾ അടിപൊളിയായി ഡിന്നറൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നെന്താ സംഭവം എന്ന് വെച്ചാൽ നാളെ ഒക്ടോബർ 4, അതായത് ഞങ്ങളെ സിബിൻ്റെ രണ്ടാമത്തെ താത്താൻ്റെ ബർത്ത്ഡേ പറഞ്ഞൂടെ. ഇപ്പോൾ 11:53 ആയിക്കണ ടൈം. നമ്മളടുത്ത് കാര്യമായിട്ടൊന്നും ഓള് വല്ലാണ്ട് വലിയ എന്തൊക്കെയോ എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കണം. അതുകൊണ്ട് നമ്മളൊരു കോഫി ഒക്കെ കൊണ്ടുകൊടുക്കും, അതും കട്ടൻ കാപ്പി. പൊടിയില്ല, അതുകൊണ്ട് കട്ടൻ കാപ്പിയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ആ റൂമിലുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക പാർട്ടീഷൻ ചെയ്യുന്ന ഒരു ഡോറുണ്ടായി, ഞങ്ങൾ പൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് വല്ലാണ്ട് കേൾക്കൂല, അതുകൊണ്ട് ഞങ്ങൾ ഈ മെല്ലെ സംസാരിക്കണേ. അപ്പോൾ നമ്മൾ കട്ടൻ കാപ്പി ഉണ്ടാക്കിയാണ്ട് അത് കൊണ്ടുപോയി കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് വിഷ് ചെയ്യും. ആ റിയാക്ഷൻ കാണാം. കമോൺ ഗൈസ്. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday Sabiha Jabin. Kopi katan kapi. കുടിച്ചോളൂ. രസല്ലേ? സർപ്രൈസ് ആയോ? നല്ലോ സർപ്രൈസ് ആയില്ലേ? ഹാപ്പിയാണോ? കേക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കാപ്പി. ഞാനാണ് ചേഞ്ചൊക്കെ ആരാ ആഗ്രഹിക്കാത്ത. കുടുങ്ങി. എങ്ങനെയുണ്ട്? എൻ്റെ സന്തോഷമാണ്, എൻ്റെ സന്തോഷം. ഫുള്ള് കുടിക്കണം, ഫുള്ള് കുടിക്കണം. പറ്റൂല. ആ എന്നാ മതി മതി. അപ്പോൾ നമ്മൾ ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ. ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഫാനിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ബാൽക്കണിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാലാണ് ബ്രേക്ക്ഫാസ്റ്റ് വരുള്ളൂ. നമ്മളിപ്പോൾ നീച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല നിൻ്റെ താത്താൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അതിനുള്ള സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കേനി. ഇന്നലെ ഇടാൻ പറ്റിയില്ല, ഇന്നലെ മൊബൈലിൽ ചാർജ് ഇല്ലേനി. കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങും. കുളിച്ചിട്ട് നമ്മൾ വേറെ റിസോർട്ട് പോവാണ് ഇൻഷാ അല്ലാ. പിന്നെ അവിടെ നിന്ന് കാണാം. ഓക്കെ. പിന്നെ അതാ ഇത് എല്ലാവരും ചായ കുടിക്കുന്നു.
അപ്പോൾ നമ്മൾ ഈ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നെക്സ്റ്റ് റിസോർട്ട് പോവാണ്. അപ്പം ദൂരാണ്. എന്താന്ന് വെച്ചാൽ 2 ഡേ ഏതായാലും ഉണ്ടല്ലോ. അപ്പം ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, കണ്ടൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത റിസോർട്ട് പോകാൻ വിചാരിച്ചു. സോ we are going to next resort. Let's see there. അപ്പം ഞാൻ അടുത്ത റിസോർട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ നെക്സ്റ്റ് റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് കുറച്ചൊരു ഹിൽ ടോപ്പിലാണ്. അടിപൊളി വ്യൂ ആണ് ഇവിടെ. ഞാൻ നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വില്ല. 2 ബെഡ്റൂമും 2 ബാത്റൂമും പിന്നെ ഒരു ചെറിയൊരു അടിപൊളി ബാൽക്കണിയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയോണ്ടിരിക്കുകയാണ്. നല്ല ലേറ്റ് ആയിക്കണ്. 4 മണി ആവാനായിക്കണ്. ഇവിടെ എത്തി ഇവിടെ സെറ്റിലായപ്പോഴത്തിന് ഇത്ര സമയം പിടിച്ചു. ഏതായാലും നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. എല്ലാവരും ഫുഡ് അടുത്തി. അപ്പോൾ നമ്മൾ കുട്ടികളെ പാർക്കൊക്കെ പോയോണ്ടിരിക്കുകയാണ്. എത്തി കഴിഞ്ഞ റിസോർട്ടിലുണ്ടായിരുന്ന പാർക്ക് നമ്മൾ ഒരുപാട് കളിച്ചു. ഇനി ഇവിടെ കളിക്കാം. ഇതൊരു ബേർഡ് പാർക്കാണ്. ബേർഡ് പാർക്കെന്ന് പേര് തന്നെ ഉള്ളൂ. 2-3 പ്രാവുണ്ട്, വേറെ ഒന്നുമില്ല. ടൈം ഇപ്പോൾ 5 മണിയാണ്. നമ്മൾ പുറത്തിറങ്ങിയാണ് ജസ്റ്റ് ഇങ്ങനെ ചില്ല് ചെയ്യാൻ. നമ്മൾ പാർക്ക് പോയി. ഒരു ബേർഡ് പാർക്ക് ഉണ്ട്, പിന്നെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. അവിടെ പോയി കുറച്ച് കളിച്ച് ഇപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് അലിയൻ 2 ക്യാരംസ് കളിക്കുകയാണ്. നമ്മൾ വെറുതെ അങ്ങനെ ഒരു ഊഞ്ഞാലുണ്ട് ഇവിടെ, ഇങ്ങനെ ആടുകയാണ്. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇന്നലെ വേറെ റിസോർട്ടിലാണ്, ഇന്നിപ്പോൾ വേറെ റിസോർട്ടിലാണ്. ഇന്നലെ റിസോർട്ടിൻ്റെ പേര് സ്ട്രീം വാലി. ഇത് ഇന്ത്യ വര. അപ്പോൾ നാളെ ഇൻഷാല്ലാ നാളെ 2 മണിയാകുമ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യും, നമ്മൾ വീട്ടിലെത്തും. അപ്പം ഇവിടെ ആളുകൾ കുറവ്. ഇന്നലത്തെ തീരെ ആളുകളില്ലേ, കുറവേ. പക്ഷെ ഇവിടെ നല്ല ആളുണ്ട്. അവിടെ പൂളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ പൂളൊക്കെ യൂസ് ചെയ്യാം. പിന്നെന്താ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിങ്ങനെ അളിയന്മാർ 2 കൂടി ക്യാരംസ് കളിക്കുകയാണ്. ചെറിയ അളിയന് പിന്നെ വലിയ അളിയൻ വലിയ വൃത്ത ഷോട്ടാണ്. അതിനകത്ത് അറിയാതൊന്ന് മുട്ട് കളിക്കാനായി. തിരിച്ചെത്തി.
എത്തി ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയക്കാർക്ക് വൈകുന്നേരം ചായ മസ്റ്റാണ്. വണ്ടിയിൽ വരുമ്പോൾ വരെ ചായക്കടി ഞാൻ പറയുന്ന കടയിൽ അങ്ങനെ അലീൻസ് രണ്ടും ഡിന്നർ വാങ്ങാൻ പോയപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. റിസപ്ഷൻ വരെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു പോകുന്നത്. ഇതൊക്കെ തോട്ടെ ഓരൊക്കെ ടെറസിൽ ഡാൻസിന് സെറ്റപ്പ് ചെയ്യാണ്. ഫുൾ ഉറക്കില്ലാതെ വൈബാക്കാണ് നോക്കാറുണ്ട്. ഇന്നിപ്പോൾ രാവിലെ അവൾക്ക് ഡാൻസ് കളിച്ച് ഉത്തർച്ചയായി. Electrified with you, electrified. അപ്പോൾ ഇതാണ് നമ്മൾ റിസോർട്ടിൽ നിന്നുള്ളൊരു മെയിൻ വ്യൂ എന്ന് പറയുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്. ഫുൾ മലകളായിട്ട് ഫുള്ള് നല്ല നല്ല മലകളൊക്കെ ഇങ്ങനെ അടിപൊളി, ഒന്നും പറയാനില്ല, അടിപൊളി വ്യൂ ആണ്. മൂൺ സ്റ്റിൽ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. നമ്മളൊരു 6:15 കഴിയുമ്പോഴത്തേക്കും വേഗം ഓടിപ്പോകുന്നു. ഞാനും മിന്നുമ്മു, പിന്നെ നമ്മൾ രണ്ടാമത്തെ മുബിക്ക എന്ന് പറയുന്ന ആളേനും, പിന്നെ നമ്മൾ വലിയ താത്ത, ഞങ്ങൾ 4 ആളും കൂടെ വന്ന്. മറ്റവരൊക്കെ അവിടെ തന്നെ ഉറങ്ങിയാണ്, ഓര് പോന്നിട്ടില്ലേനി. അപ്പോൾ നമ്മൾ 4 പേരും ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെയും കട്ടൻ കാപ്പി തന്നെയാണ്, ഇവിടെയും പാൽപ്പൊടി ഇട്ടില്ല. അപ്പോൾ ബാക്കിയുള്ളവർക്ക് മിസ്സായി. അടിപൊളി വ്യൂസ് ആയിരുന്നു. അങ്ങനെ ഇനി എക്സ്പ്ലോർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇനി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. നേരത്തെ ഒന്നുമില്ല എക്സ്പ്ലോർ ചെയ്യാൻ, ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാമെന്ന്. റെസ്റ്റോറന്റ് അവിടെ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ചൂട്ടി കാണിച്ചാൽ കാണാം. വന്നിരിക്കുന്നത് ഭക്ഷണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പം ബാക്കിലൊക്കെ അടിപൊളി വ്യൂ ആണ്. അത് അവിടെ കാണുന്ന ഫുള്ള് മലകളാണ്. പിന്നെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വ്ളോഗ് എടുക്കാൻ വേണ്ടി കയറിയതാ. ഇവിടെ പൂള് യൂസ് ചെയ്യാം. അപ്പം പൂളിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയാണ് എല്ലാവരും. ഈ പെണ്ണിനും എന്താ ഈ ചെറുക്കനുമാണ് പൂളിറങ്ങാൻ അത്രയും ഹരം. കുറേ നേരം ഇന്നലെ വന്നപ്പോൾ തുടങ്ങി പൂളിൽ കളിക്കണം എന്നറിയില്ല. ആൾക്കാർ ഇവിടെ വ്യൂ ആസ്വദിക്കുന്നുണ്ട്. ചായക്കേറ്റ് പോകുന്നതാണ്. ഞങ്ങൾ വ്യൂ ആസ്വദിച്ചിട്ട് വരാറുണ്ട്. അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ചെയ്യാനായി ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇവിടെ ഒരു മോഡലിൻ്റെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മെയിൽ മോഡലാണ്. അപ്പം ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെയും ഫോട്ടോഷൂട്ടിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ഹേയ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. നമ്മൾ 2 ദിവസത്തെ സ്റ്റേ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മൾ 2 ദിവസം ഓരോ ദിവസം ഓരോ റിസോർട്ടിൽ, ഒന്ന് സ്ട്രീം വാലി,
ഇത് വൈത്തിരിയാണ്. ഇത് ഇൻഡി വര. ഇങ്ങനെ 2 റിസോർട്ടിലാണ് നിന്ന്. 2 ദിവസത്തിന്റെ ശേഷം അടിപൊളിയാട്ടാ. 2 ദിവസത്തിന്റെ ശേഷം നമ്മൾ ഇറങ്ങണം. ഇവിടുത്തെ ഇൻഡി വര ഈ റിസോർട്ടിലത്തെ വ്യൂസ് ഒക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നമ്മൾ സൺസെറ്റും സൺറൈസ് ഒക്കെ ഫുള്ള് മലകളാണ് നമ്മള് വ്യൂ കാണാം. ഒരു ടോപ്പിലാണ്, ഒരു മലന്റെ ടോപ്പിലാണ്. അപ്പം നമ്മൾ 6 മാസം എത്രയോ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് എന്താ പറയുക നമ്മളെ മലപ്പുറം ജില്ല വിട്ട് പോയി ജസ്റ്റ് കോഴിക്കോട് പോയി. പിന്നെ ഒന്ന് അപ്പുറം പോണത് ഈ ഒരു വയനാട് ട്രിപ്പാണ്. നമ്മളെ ഉമ്മമാരൊക്കെ എന്താ പറയുക വീട്ടിലിങ്ങനെ 6 മാസം ചടച്ചിരിക്കുമ്പോൾ എല്ലാ വീട്ടമ്മമാരുടെ ഉള്ളിലും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ പുറത്ത് പോകണം എന്നൊക്കെ ആഗ്രഹങ്ങൾ. പക്ഷെ ഒരു പറയുണ്ടാവില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഞാൻ എങ്ങോട്ട് നോക്കണില്ല, ലെൻസിക്ക് നോക്ക് നോക്കി ഞാൻ ഇതുവരെ ഇങ്ങോട്ട് നോക്കി. അപ്പം പക്ഷെ നമ്മളെ ഉമ്മ വന്നില്ല കേട്ടോ. അമ്മക്ക് വയ്യ, കാലിന് വേദന എന്നൊക്കെ പറഞ്ഞിട്ട് വന്നില്ല. അപ്പം നമ്മളെ അളിയന്മാരും ഞങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചു പൊളിച്ചു. ഇവിടുന്ന് പോകാൻ തോന്നുന്നു. ഭയങ്കര കാലാവസ്ഥ, ഭയങ്കര തണുപ്പാണ്. രാവിലെ ഭയങ്കര തണുപ്പ്, അടിപൊളിയാ. അപ്പം നിങ്ങളൊക്കെ ഒന്ന് പറ്റുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് പോവാ, ഒന്ന് ജസ്റ്റ് ഒരു ദിവസമെങ്കിലും വൈബാക്കി പോവാ, വീട്ടുകാരുടെ കൂടെ ഒക്കെ ഒന്ന് വന്ന്. ഭയങ്കര എന്തോ ഒരു സങ്കടം, നമ്മള് തിരിച്ചു പോവാണ്. അപ്പൊ എന്തോ ഒരു മനസ്സിനൊരു മനസ്സുഖം പോരാ. അപ്പൊ ഏതായാലും ഞാൻ ഇൻഷാല്ലാ ഇനി പെരിയിലെത്തിയിട്ട് റിവ്യൂ അടിപൊളിയാട്ടോ. 2 റിസോർട്ട് അടിപൊളിയാ. 2 റിസോർട്ടും അടിപൊളി. ഒന്ന് ഇൻഡി വര ഒക്കെ ഇല്ല് പറയണമായിരിക്കും. ഓക്കെ സെറ്റാണ്. അപ്പോൾ നോക്കി നമ്മൾ വിടുകയാണെങ്കിൽ നമ്മളെ ചമ്മാടത്ത് വീടെത്തിയിട്ട് കാണാം. ഇൻഷാല്ലാ. ഓക്കെ. അസ്സലാമു അലൈക്കും.